വിദേശ ജോലി എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് യുവാക്കളുടെ ചിന്ത എങ്ങനെയെങ്കിലും കടൽ കടക്കണം, 10 കാശ് സമ്പാദിക്കണം എന്നുള്ളതാണ്. പണ്ടുകാലത്ത് ഇങ്ങനെ കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിലെത്തി പ്രമാണിയായി നാട്ടിൽ തിരിച്ചെത്തിയവർ നിരവധിയാണ്. എന്നാൽ ഇന്ന് കടൽ കടക്കുന്നവരിൽ മിക്കവരും തിരിച്ചെത്തുന്നില്ല എന്നാണ് റിപ്പോർട്ട്. പകരം വിദേശ രാജ്യങ്ങളിൽ പൗരത്വം സ്വീകരിച്ചും അവിടെ സ്ഥിരതാമസമാക്കിയും അങ്ങനെ തുടരുകയാണ്. അടുത്ത കാലത്തായി വിദേശ രാജ്യങ്ങളിലേക്കുള്ള പോക്ക് ഗണ്യമായി കുറഞ്ഞിട്ടുമുണ്ട്. യുദ്ധം പോലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ വിദേശ യാത്രയ്ക്കുള്ള പ്രിയം കുറഞ്ഞു വരുന്നതിന് കാരണം, പ്രത്യേകിച്ച് ഇസ്രായേലും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക്. എന്നാൽ ഇപ്പോഴിതാ 15,000 ഇന്ത്യക്കാരെ അടിയന്തരമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. 10,000 നിർമ്മാണ തൊഴിലാളികളെയും 5,000 ആരോഗ്യ പ്രവർത്തകരെയും ആവശ്യമുണ്ടെന്ന് കാട്ടി ഇസ്രായേൽ അധികൃതർ സമീപിച്ചതായി കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷൻ അറിയിച്ചു. ഈ വർഷം ആദ്യം സമാന ആവശ്യവുമായി ഇസ്രായേൽ ഇന്ത്യയെ സമീപിച്ചിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നാലെ ഹമാസ് ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെയാണ് 1,00,000-ഓളം പലസ്തീൻ താൽക്കാലിക തൊഴിലാളികളെ ഇസ്രായേൽ പിരിച്ചുവിട്ടത്. ഇത് ഇസ്രായേലിൽ കനത്ത തൊഴിലാളി ക്ഷാമത്തിന് ഇടയാക്കിയതോടെയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആളെ എത്തിക്കാൻ തീരുമാനിച്ചത്. ആദ്യ ബാച്ചിൽ ഇസ്രായേലിലേക്ക് തിരഞ്ഞെടുത്തത് വേണ്ടത്ര പ്രവൃത്തി പരിചയമില്ലാത്ത തൊഴിലാളികളെയാണെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷൻ്റെ പ്രസ്താവനയും എത്തിയത്. ഈ വർഷം ആദ്യമാണ് ഇസ്രായേലിലേക്ക് സർക്കാർ സ്വകാര്യ തലങ്ങളിൽ 10,000 ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തത്. UP, ഹരിയാന, തെലങ്കാന എന്നിവിടങ്ങളിലാണ് അഭിമുഖങ്ങൾ നടന്നത്. 3 റൗണ്ടുകൾ നീണ്ട അഭിമുഖത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട പലർക്കും നിർമ്മാണ തൊഴിലിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഇസ്രായേലിൽ എത്തിയതിനു ശേഷമാണ് മനസ്സിലായതെന്നാണ് റിപ്പോർട്ട്. തുടക്കത്തിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നീട് ഇസ്രായേലി കരാറുകാർ ഇന്ത്യൻ തൊഴിലാളികളെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല. ശരിയായ പ്രവർത്തന പരിചയമില്ലാതിരുന്നതാണ് കുഴപ്പമായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തുടർന്ന് ഇവരെ ഫാക്ടറി ജോലികൾക്കും ക്ലീനിങ്, കയറ്റിറക്ക് ജോലികൾക്കും നിയമിക്കാൻ ഇസ്രായേൽ സർക്കാർ അനുമതി നൽകിയതായും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രായേലിലെത്തിയ 500-ലധികം തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 15,000 ഇന്ത്യൻ തൊഴിലാളികളെ വീണ്ടും ആവശ്യമുണ്ടെന്നാണ് ഇസ്രായേൽ പോപ്പുലേഷൻ ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ അതോറിറ്റി ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾക്കായി അടുത്ത ആഴ്ചകളിൽ PIBA സംഘം ഇന്ത്യയിലെത്തും. ഇത്തവണ മഹാരാഷ്ട്രയിൽ വെച്ചായിരിക്കും അഭിമുഖം നടക്കുക. ഇസ്രായേലിന് ആരോഗ്യരംഗത്ത് പരിചാരകരായി 5,000 പേരെ ആവശ്യമുണ്ട്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും അംഗീകൃത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ കെയർ ഗിവർ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. 990 മണിക്കൂർ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. നിർമ്മാണ ജോലിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ 16,832 പേരാണ് അഭിമുഖത്തിനെത്തിയത്. ഇതിൽ 10,349 പേരെ തെരഞ്ഞെടുത്തു. ഇവർക്ക് പ്രതിമാസ ശമ്പളമായി 1.92 ലക്ഷം രൂപയും മെഡിക്കൽ ഇൻഷുറൻസ്, ആഹാരം, താമസം എന്നിവയും ലഭിക്കും. ബോണസായി 16,515 രൂപയും ലഭിക്കും.